അങ്ങനെ ഹാർമോണിയസ് ആയി, സന്തോഷമായി, പോസിറ്റീവായി നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകാൻ എടുത്തു വെച്ച നിലപാടിനെ പിന്നോട്ടടിക്കുന്ന രീതിയല്ലേ ചിത്രാമ്മയെ പോലൊരു വിശ്വാസി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞവരെ ആക്രമിക്കുന്നത്? അവരെ ആക്രമിക്കുന്നത് എന്ത് ലോജിക്കാണ്? ചിത്രാമ്മയുടെ എന്ത് ബിംബമാണ്? അതിനൊരു മറുപടി ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സൂരജ്. ഞാൻ പറയുന്നത് ഈ വെർഡിക്റ്റിൽ തന്നെ, കോടതി വെർഡിക്റ്റ് തന്നെ കൃത്യമായി കോടതി പറയുന്നത് പള്ളി പൊളിച്ചത് തെറ്റാണ് എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അങ്ങനെ നിങ്ങൾ വിധിന്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പം അത്തരത്തിൽ ഡിസംബർ 6 1992 എന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയെ വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കി അതിനുശേഷം അത്ര ദയനീയമായിട്ട് തന്നെയാണ് തുടരുന്നത്. അപ്പൊ ആ ഒരു വിഷയത്തിൽ അങ്ങനെ പള്ളി പൊളിച്ച് പണിത ഒരു അമ്പലത്തിൽ തൊഴണം എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ അവകാശമാണ്. ഞാൻ അവകാശത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. ആ അവകാശത്തെ വിമർശിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ അതാണ് എക്സർസൈസ് ചെയ്തത്. ഞാൻ പേഴ്സണലി ആരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഞാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടില്ല. എന്റെ വാക്കുകൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. സൂരജ്, അതിനകത്ത് ഒരൊറ്റ ചോദ്യം കൂടി സൂരജ്. അതിനകത്ത് ഏറ്റവും അവസാനത്തെ വരി, എത്ര KS ചിത്രമാർ തനിസ്വരൂപം കാട്ടാനിരിക്കുന്നു, ഇതിനെ എങ്ങനെയാണ് എടുക്കേണ്ടത്? കാട്ടാനിരിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു നിലപാടുള്ള വ്യക്തിയാണ് KS ചിത്ര എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇനി ഒരുപാട് വരാൻ ഉണ്ടാവും എന്നാണ് അതിന്റെ അർത്ഥം. ശ്രീമതി KS ചിത്ര മുന്നോട്ട് വെക്കുന്നത് ഒരു രാഷ്ട്രീയ നിലപാടല്ല, ആത്മീയമായ അവരുടെ മനസ്സിലെ ആധ്യാത്മികമായ ഒരു ചിന്തയാണ്. രാഷ്ട്രീയം മാത്രമായിട്ട് വേറിട്ട് കാണേണ്ട ഒരു കാര്യമായിട്ട് കാണുന്നില്ല. നിലപാടുകളാണ് രാഷ്ട്രീയമാവുന്നത്. നിലപാടിനെയാണ് വിമർശിക്കുന്നത്. അതായത് രാഹുൽ, സൂരജ് പറയുന്നത് ചിത്രയെ പോലെ ഒരാൾ സംസാരിക്കുമ്പോൾ അതൊക്കെ ഓർത്ത് സംസാരിക്കണമായിരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീമതി KS ചിത്ര മുമ്പോട്ട് വെക്കുന്നത് രാഷ്ട്രീയ നിലപാടല്ല, അവരുടെ ആത്മീയവും ഭക്തിപരവുമായ കാര്യമാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, ഇന്ത്യ രാമരാജ്യമാകണം എന്ന് വിശ്വസിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തോട് രാമരാജ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ യേശുദേവന്റെ സ്വർഗരാജ്യവും ഖലീഫയുടെ സ്വപ്നരാജ്യവുമാണെന്ന് പറയുകയുണ്ടായി. മതസൗഹാർദ്ദത്തിന്റെ വലിയ വാചകങ്ങളാണവ. ശ്രീമതി KS ചിത്ര രാമജന്മഭൂമിയിൽ ശ്രീരാമന്റെ അമ്പലം സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി പണിയുകയും മറ്റും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയമല്ല, ആത്മീയതയാണ്, സ്പിരിച്വാലിറ്റിയാണ്, പൊളിറ്റിക്സ് അല്ല. ഒന്ന്. രണ്ട്, സൂരജ് ശ്രീമതി KS ചിത്രയെ ആക്രമിച്ചതുപോലെ തന്നെയല്ലേ സൂരജിന് നേരെ വിമർശനങ്ങൾ വരുന്നത്. അപ്പൊ ശ്രീമതി KS ചിത്രയെ പോലെയോ ശ്രീ യേശുദാസിനെ പോലെയോ മോഹൻലാലിനെ പോലെയോ മമ്മൂട്ടിയെ പോലെയോ ഒക്കെ നമ്മുടെ പൊതു സ്വത്തായി നിൽക്കുന്ന ആൾക്കാരെ കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളികളിലേക്ക് കൊണ്ടിടുകയും അവർ തനി സ്വരൂപം കാട്ടുകയാണ് തുടങ്ങിയ പ്രയോഗങ്ങളും ചെയ്യുന്നത് നമ്മുടെ സംഗീത രംഗത്തെയും നമ്മുടെ പൊതു കലാകാരന്മാരെയും അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? ശ്രീ സുരേഷ് ഗോപി BJP പാർട്ടിയുടെ മെമ്പറാണ്, പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാണ്. ശ്രീമതി KS ചിത്ര ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമല്ല. ശ്രീ സച്ചിൻ ടെണ്ടുൽക്കർ, ക്രിക്കറ്റിന്റെ ദൈവം, അദ്ദേഹത്തിന് കോൺഗ്രസ് ആണ് രാജ്യസഭാ നോമിനേഷൻ കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ശ്രീരാമ അയോധ്യ ക്ഷേത്രത്തിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ അദ്ദേഹം സ്വീകരിച്ചു. അതൊരു പൊതുധാരയാണ്. ശ്രീരാമനെ ഇമാം ഹിന്ദ് എന്നാണ് മുഹമ്മദ് ഇക്ബാൽ അഡ്രസ് ചെയ്യുന്നത്. അപ്പോ അമ്പലത്തെ ഇഷ്ടപ്പെടുന്നവരോ പ്രാർത്ഥിക്കുന്നവരോ എല്ലാവരും വർഗീയവാദികളാണ്, മോശക്കാരാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ദൗർഭാഗ്യകരമല്ലേ? സൂരജിനെ പോലൊരു യങ് സിംഗർ, പ്രത്യേകിച്ച് വളരെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയ ഒരു വ്യക്തി സുപ്രീം കോടതിയുടെ വിധി ശ്രദ്ധിച്ചില്ലേ? സൂരജ് വളരെ ശരിയായി പറഞ്ഞതുപോലെ പള്ളി പൊളിച്ച അല്ലെങ്കിൽ അമ്പലം പൊളിച്ചാണ് പള്ളി വെച്ചതെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ നടന്ന ചില തെറ്റായ സംഭവങ്ങൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. പക്ഷേ സുപ്രീം കോടതി പോലും സമവായത്തിൽ എത്തിയൊരു വിഷയത്തിൽ വീണ്ടും വിവാദമുണ്ടാക്കുകയും സാധാരണക്കാർ, ചിത്രാമ്മയെ നമുക്ക് എല്ലാം അറിയാം, ശ്രീ വേണുഗോപാൽ സാർ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയവും പറയാത്ത, എല്ലാരോടും സ്നേഹം മാത്രമുള്ള, എല്ലാരോടും ഉന്നയിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ്. ഇവിടെ നമ്മുടെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിക്ക് നടന്നപ്പോൾ എന്റെ വൈഫാണ് ഹോസ്റ്റ് ചെയ്ത് ഞാൻ കാണുകയും ചെയ്തിരുന്നു. അപ്പൊ വളരെ എന്താ പറയുക, ഇത്രയും പോസിറ്റീവായ ഒരു വ്യക്തിയെ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമിക്കുകയും അവർ മോശക്കാരിയാണ്, വർഗീയവാദിയാണ് എന്ന തരത്തിൽ ധ്വനിപ്പിക്കുന്ന ചിത്രീകരണം ഉണ്ടാകുന്നത് ചിത്രാമ്മയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? രാഹുലിന്റെ അഭിപ്രായമാണ്. ഞാൻ എന്റെ അഭിപ്രായം കൃത്യമായിട്ടാണ് കുറിച്ചിട്ടുള്ളത്. ഇത് വ്യക്തിപരമല്ല, ആ നിലപാടിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ചിത്ര എന്ന കലാകാരെ അപമാനപ്പെടുത്താൻ ഞാൻ ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ല. ചിത്ര എടുത്ത സ്റ്റാൻഡിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അല്ല, അത് നിന്നോളൂ. പക്ഷേ ആ സ്റ്റാൻഡ് എടുക്കുന്ന ബാക്കിയുള്ള സച്ചിൻ ടെണ്ടുൽക്കർ മോശക്കാരനാണെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? സുപ്രീം കോടതി മോശക്കാരാണെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? വിമർശിക്കപ്പെടുന്നതാണ്. ഏത് സ്ഥാനത്തിരിക്കുന്നവരും നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് കോട്ടം പ്രതികരിക്കുകയാണെങ്കിൽ അവരൊക്കെ വിമർശിക്കും. ശരി രാഹുൽ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഞാനൊന്ന് സൂരജിനോട് കുറിച്ച് സംസാരിച്ചോട്ടെ. സൂരജ്, ഇപ്പൊ താങ്കൾ പറഞ്ഞത് ഇത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, സംസാരിക്കുന്നുണ്ട് രാഷ്ട്രീയം. താങ്കൾ പറഞ്ഞതുപോലെ നിലപാടുകൾ അത്രത്തോളം പ്രധാനമാണ്, പ്രത്യേകിച്ച് ചിത്രയെ പോലെ ഒരാൾ സംസാരിക്കുമ്പോൾ. അതെല്ലാം അവിടെ ശരി തന്നെയാണ് താങ്കൾ പറയുന്നത്, ഞാൻ അതിനോട് അംഗീകരിക്കുന്നു. പക്ഷേ ചിത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരിപ്പോൾ അപമാനിക്കപ്പെടുകയാണ് സൈബർ ലോകത്ത്. വലിയ പ്രതിഷേധം, വലിയ കമന്റുകളൊക്കെ വായിച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ, വായിക്കുന്നവർക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്രമണം നടക്കുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരണം?
ആക്രമണം ആരുടെ നേർക്കാലും ശരിയല്ല. സൈബർ ആക്രമണം ഞാനും ഒരുപാട് തവണ നേരിട്ടുണ്ട്. അത് ഒരു പ്രത്യേക റൈറ്റ് വിംഗ് ഗ്രൂപ്പ് RSSകാരിൽ നിന്നുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടുള്ളത്. ഓൺ എ ഡെയിലി ബേസിസ് ആക്രമണം നേരിടുന്ന ഒരു വ്യക്തിയാണ്. ആക്രമണത്തെ ഏത് തരത്തിലുള്ള ആക്രമണം തന്നെയാണ്, അത് നടക്കാൻ പാടില്ലാത്തതാണ്. അത് ദൗർഭാഗ്യകരം തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ നിലപാടുകൾ വിമർശിക്കുമ്പോഴത്തേക്കും കൃത്യമായ ഭാഷ ഉപയോഗിച്ച് വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന അഭിപ്രായക്കാരനും കൂടിയാണ്. പക്ഷെ ആ ആക്രമണങ്ങൾക്ക് താങ്കളുടെ പോസ്റ്റും എടുത്ത് അത് ഉപയോഗിക്കുന്നുണ്ട് എന്റെ എന്നുള്ളതാണ്. പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ആക്രമണം നടക്കുന്നത് പറയുന്നത് ദുർവ്യാഖ്യാനമാണെന്നാണ് എനിക്ക് അതിന് പേര് പറയാനുള്ളത്. ദുർവ്യാഖ്യാനം ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തതല്ല. പക്ഷേ സൂരജിനെ പോലെ ആദ്യം താങ്കൾ പറഞ്ഞത് എന്റെ അതിൽ വ്യക്തത കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു ഞാൻ എന്റെ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സൈബർ അറ്റാക്ക് നടക്കുന്നത്. അല്ല എന്ന് ഞാൻ പറയുന്നു. അല്ല, ചിത്രയെ പോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചിത്രയെ പോലെ ഒരാൾ ഇതുവരെയും ഒരു വിവാദങ്ങളിലും പെടാത്ത ഒരാളാണ് KS ചിത്ര. ആ KS ചിത്ര ഒരു നിലപാട്, അവരുടെ നിലപാടോ എന്തോ ആയിക്കൊള്ളട്ടെ അത്, പക്ഷെ അത് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്, അവരിതുവരെ അതിനൊരു മറുപടി പോലും പറയാൻ അവർക്ക് പറ്റുന്നുണ്ടായില്ല. നമുക്കറിയാം അവരെ വിവാദങ്ങളിലും പറ്റില്ല എന്നുള്ളത് ഒരു എന്തോ ആയിക്കോട്ടെ എന്നുള്ളതാണ് താങ്കൾ ഉദ്ദേശിച്ച. അങ്ങനെ പറയട്ടെ, എന്തോ അല്ല ആയിക്കൊണ്ടത്. പറഞ്ഞ കാര്യത്തിനാണ് മറുപടി, പറഞ്ഞ കാര്യത്തിനാണ് വിയോജിപ്പ്. സോ ഇത്രയും കാലം ഒന്നിലും പെട്ടിട്ടില്ല എന്ന് കരുതി ഒരു വിവാദപര അല്ലെങ്കിൽ അത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് വിമർശിക്കപ്പെടും. അത് മാന്യമായ ഭാഷയിൽ വിമർശിക്കപ്പെടും. ഞാൻ ആരെയും മറ്റേ മാന്യമായ അല്ലാത്ത ഭാഷയിൽ വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത്ര മാത്രം. നിങ്ങൾക്ക് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ എന്റെ പോസ്റ്റുകളുടെ അടിയിലും എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജ് ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇതിനോട് ബാക്കിയുള്ള അസെഷൻ കൂട്ടം. KS ചിത്രമാർ എന്ന് താങ്കൾ പറയുന്നത് അത് പേഴ്സണലായി വരില്ലേ? എങ്ങനെ? ഇത് പേഴ്സണൽ അല്ലല്ലോ. താങ്കളുടെ പോസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ വരി ഇതുപോലുള്ള ഒരുപാട് കൂട്ടർ ഇനി ഇത് ട്രൂ കളേഴ്സ് കാണിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മലയാള ഭാഷയുടെ പ്രയോഗമാണ്. ശരി, താങ്കൾ എന്തായാലും അതിൽ ഉറച്ചു നിൽക്കുകയാണ് അല്ലെ സൂരജ്? തീർച്ചയായും. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. സൂരജ് സന്തോഷാണ്, അദ്ദേഹം കുറച്ച് തിരക്കിലാണ്, നമ്മളോട് സംസാരിച്ചത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സൂരജ് പറഞ്ഞത്. ഇപ്പോൾ